ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ബ്രെഡ് പേസ്ട്രിയാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കാവുന്ന പേസ്ട്രിയാണിത്. എന്നാൽ സാധാ പേസ്ട്രിയുടെ ടേസ്റ്റ് തന്നെയാണ് ഇതിനുമുള്ളത്. ജൂൺ 3 എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ നോമ്പായതുകൊണ്ട് ഞങ്ങൾക്ക് വേറെ കേക്കൊന്നും ഉണ്ടാക്കിയില്ല. അപ്പോൾ അവൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുത്ത ഒരു പേസ്ട്രിയാണിത്. അപ്പോൾ ഈ ഇൻസ്റ്റൻറ്റ് ബ്രെഡ് പേസ്ട്രി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. 1/2 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നല്ലപോലെ മെൽറ്റ് ചെയ്തെടുക്കണം. നന്നായിട്ട് മെൽറ്റായി കഴിയുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. കോഫി പൗഡർ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. കോഫി പൗഡർ ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി വേണ്ടത് 20 സ്ലൈസ് ബ്രെഡാണ്. ഇനി ബ്രെഡിൻ്റെ അരികൊക്കെ കട്ട് ചെയ്ത് മാറ്റണം. ഈ കട്ട് ചെയ്ത് മാറ്റേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു കേക്ക് 5 ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് 20 സ്ലൈസ് ബ്രെഡ് എടുക്കുന്നത്. ഇനി വേണ്ടത് ചോക്ലേറ്റ് ആണ്. അത് ഡബിൾ ബോയിൽ ചെയ്തോ അല്ലെങ്കിൽ ഒരു 30 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തോ മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ മൈക്രോവേവ് ചെയ്താണ് എടുക്കുന്നത്. മിൽക്ക് കോമ്പൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഡാർക്ക് ചോക്ലേറ്റ് വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വേണ്ടത് 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ്. ഇത് റിച്ച് ഗോൾഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീമിന് പകരം വിപ്പിംഗ് പൗഡർ വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ബീറ്റർ ഇല്ലാത്തവർക്ക് ഈ മിക്സിയിലിട്ട് വേണമെങ്കിൽ ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. മിക്സിയുടെ ജാറ് ബീറ്റ് ചെയ്യുന്നതിന് 1/2 മണിക്കൂർ മുമ്പ് ഫ്രീസറിൽ വെച്ച് നല്ലപോലെ തണുപ്പിച്ചെടുക്കണം. എന്നിട്ട് വേണം ബീറ്റ് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതായത് ഇപ്പോൾ നല്ല പോലെ സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ആ മെൽറ്റ് ചെയ്ത് വെച്ച ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഈ ചോക്ലേറ്റൊക്കെ ഈ ക്രീമായിട്ട് മിക്സ് ആവാനായിട്ട്. അതായത് ഇപ്പം നല്ലൊരു കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഹൈ സ്പീഡിലിട്ടാണ് കേട്ടോ ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമുക്കിത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഒരു കേക്ക് ബോർഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ക്രീം ഇങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ ബ്രെഡൊന്നും മാറിപ്പോവാതെ ഒട്ടിപ്പിടിച്ചിരുന്നോളും. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ആ ഷുഗർ സിറപ്പ് തേച്ച് കൊടുക്കാം. നന്നായിട്ട് തേച്ച് കൊടുക്കണം. കാരണം ബ്രെഡ് ആയതുകൊണ്ട് തന്നെ ശരിക്കും തേച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ആ ബ്രെഡിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ നല്ലപോലെ തേച്ച് കൊടുക്കുക. ഇനി ഇതിന് മുകളിലായിട്ട് ക്രീം തേച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ ക്രീമും തേച്ച് കൊടുക്കുക. ഈ ക്രീമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ റിച്ച് ഗോൾഡിൻ്റെ ക്രീമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റുള്ള ക്രീമാണ്. അപ്പോൾ കുറച്ച് കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും ഇഷ്ടമാവും കഴിക്കാനായിട്ട്. അതുപോലെ ഇത് ഇങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ സൈഡിലും കൂടി തേച്ച് കൊടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് ചോക്കോ ചിപ്സ് ഇട്ട് കൊടുക്കാം. ഈ ചോക്കോ ചിപ്സും ഒക്കെ ഒരു ഓപ്ഷണൽ തന്നെ വേണം പറയാനായിട്ട്. പക്ഷെ എന്നാൽ ഇതൊക്കെ ചേർക്കുകയാണെങ്കിൽ പ്രത്യേകം ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. സെക്കൻഡ് ലെയറായിട്ട് ബ്രെഡ് പീസസ് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ക്രീം തേച്ച് കൊടുക്കാം. സൈഡിൽ കൂടെയൊക്കെ തേച്ച് കൊടുക്കണം. അപ്പോൾ ഇനി ഇതിങ്ങനെ 5 ലെയറും ഇങ്ങനെ തന്നെ ചെയ്തെടുക്കുക.
ഇതങ്ങനെ 5ാമത്തെ ലെയറിലും ക്രീം തേക്കുകയാണ്. ക്രീം 5ാമത്തെ ലെയറിൽ തേക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് തേക്കാവുന്നതാണ്. അതുപോലെ 5ാമത്തെ ലെയറിൽ നമ്മൾ ചോക്കോ ചിപ്സ് ഒന്നും ഇടുന്നില്ല. ഇനി സൈഡിൽ കൂടെയൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി കേക്ക് 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാം. അപ്പോഴേക്കും ഈ ക്രീമൊക്കെ നല്ലപോലെ സെറ്റായിക്കോളും. ഇതിപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് ഈ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. ഇതും മിൽക്ക് കോമ്പൗണ്ട് തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. കുക്കിംഗ് ചോക്ലേറ്റിനാണെങ്കിൽ റേറ്റ് കുറവുമുണ്ട്. വളരെ കുറഞ്ഞ റേറ്റിന് നമുക്ക് കിട്ടും, 1/2 കിലോയൊക്കെ. പക്ഷേ നമ്മുടെ സാധാരണ ചോക്ലേറ്റ് വേണമെങ്കിലും ഇതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഈ സൈഡിലൊന്നും നമുക്ക് ഇതുപോലെ ഡയറക്റ്റായിട്ട് ഗ്രേറ്റ് ചെയ്തിടാൻ പറ്റില്ല. അപ്പോൾ ഒരു പ്ലേറ്റിലിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടതിന് ശേഷം ഒരു 10 മിനിറ്റ് അത് ഫ്രിഡ്ജിൽ വയ്ക്കുക. എന്നിട്ടിത് ഈ ഒരു സൈഡിലോട്ടൊക്കെ ഇതുപോലെ ഒരു ചെറിയ സ്പൂണോ അല്ലെങ്കിൽ നൈഫൊക്കെ ഉപയോഗിച്ച് അപ്ലൈ ചെയ്യുക. നമ്മുടെ കൈ തന്നെ ഉപയോഗിച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ അത് മെൽറ്റാവും. അപ്പോൾ കയ്യിലൊക്കെ അപ്പടി ഒട്ടിപ്പിടിക്കും. ഇതങ്ങനെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കറക്റ്റായിട്ടൊരു 4ആയിട്ടൊന്ന് ഡിവൈഡ് ചെയ്ത് കൊടുക്കുകയാണ്. നടുക്കും ഒന്ന് പയ്യൊരു മാർക്ക് വയ്ക്കണുള്ളൂ. ഇനി ഇതിന് മുകളിലായിട്ട് പൈപ്പിംഗ് ബാഗിൽ ഈ ഒരു ക്രീം നിറച്ചതിന് ശേഷം ഒന്ന് സ്റ്റാർ നോസിലിട്ടിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ ചെയ്യുന്നത്. നമ്മൾ ഈ ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ പൈപ്പിംഗ് ബാഗിലിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പൈപ്പ് ചെയ്യാനുള്ള ആദ്യം മാറ്റിയെടുത്ത് ഒന്ന് ഫ്രിഡ്ജിലിട്ട് വെച്ചേക്കുക. അപ്പോൾ ആവശ്യത്തിന് എടുത്തിട്ട് പൈപ്പ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് അതിന് മുകളിലായിട്ട് കുറച്ച് ചെറിയൊക്കെ വെച്ച് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അങ്ങനെ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ബ്രെഡ് പേസ്ട്രി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണം. അതുപോലെ ഈ ചോക്ലേറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അതിനകത്ത് കറക്റ്റായിട്ട് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതറിയാത്തവർക്ക് അത് കണ്ടു നോക്കുക. അപ്പോൾ ഇനി ഈ പേസ്ട്രി 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം സെർവ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഐഷാസ് ക്രിയേഷൻസ്.